ഈ രതിമൂർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആണുങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒന്നുണ്ടോ? അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ രതിമൂർച്ച അല്ലെങ്കിൽ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഓർഗാസം, ഇതാണല്ലോ ആക്ച്വലി നല്ല ചോദ്യമാണ്. ആൻഡ് ഇൻഫാക്റ്റ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. അതായത് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്കോ ആക്ടിവിറ്റിയിലേക്ക് പോകുന്ന ആണും പെണ്ണും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. കാരണം ജനങ്ങൾക്ക് അറിയില്ല ആക്ച്വലി സ്ത്രീകൾക്ക് ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. അവർക്ക് തന്നെ അറിയില്ല, പുരുഷന്മാർക്ക് അറിയില്ല, അവർക്ക് അറിയില്ല. പിന്നെ ഇത് എപ്പോൾ വന്നുവെന്നോ എങ്ങനെ വരുന്നുവെന്നോ എന്തുകൊണ്ട് ഇതൊന്നും മിക്കവർക്കും അറിയില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഓർഗാസം എന്ന് നമ്മൾ പറയും, രതിമൂർച്ച എന്ന് പറയുന്ന സംഭവം ഉണ്ട്, സ്ത്രീകൾക്കുണ്ട്. ഇപ്പോൾ പുരുഷന്മാർക്ക് ഈ ജാക്കുലേഷൻ വരുമ്പോൾ തിരിച്ചറിയാൻ ഭയങ്കര എളുപ്പമാണ്. ബട്ട് ഫീമെയിലിന് അതിൻ്റെ കൗണ്ടർ പാർട്ട് ഉണ്ടെന്നുള്ളത് ക്ലിയറാണ്. അപ്പോൾ സെയിം സമയമാണോ എടുക്കുന്നത് രണ്ടുപേർക്കും, അതോ? അത് അവിടെയാണ് പ്രശ്നം. അതായത് ഈ സ്റ്റേജസ് ഓഫ് സെക്ഷൽ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് അറിയാം. ഇപ്പോൾ പണ്ട് ജോൺസൺസ് പറഞ്ഞ ഒരു 4 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു അറൗസൽ, അതായത് നമുക്ക് താല്പര്യം വരുന്ന ഡിസയറൊക്കെ വരുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അത് നമുക്ക് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു തോട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കുക അല്ലെങ്കിൽ അവന് ചിന്തിക്കുക, ഫാൻറ്റസൈസ് ചെയ്യുക, എന്തെങ്കിലും കാണുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു താല്പര്യം വരും. അല്ലെങ്കിൽ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടാലും മതി. ലൈക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാവാം. ആൻഡ് ഹ്യൂമൻസിന് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന സാധനമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടാവുന്നതാണ് ഈ ഡിസയറും അറൗസലും. അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ സ്റ്റിമുലേഷൻ വേണം. ഇത് മിക്കവർക്കും വന്ന് അതോടുകൂടി തീരും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര കണ്ടാൽ പിന്നെ പ്രോഗ്രസ് ചെയ്യില്ലല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത സ്റ്റേജ് വരികയാണെങ്കിൽ അത് കൂടുതൽ സ്റ്റിമുലസ് ഉണ്ടാവുകയാണെങ്കിൽ, എങ്ങനെ വേണമെങ്കിലും സ്റ്റിമുലസ്, അത് തോട്ടാവാം ഫിസിക്കലാവാം, ഉണ്ടാവുകയാണെങ്കിൽ അത് അടുത്ത സ്റ്റേജിലേക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ സ്ത്രീയുടെ കാര്യമാണല്ലോ പറയുന്നത്, സ്ത്രീയുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും. ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഹാർട്ട് റേറ്റ് കൂടും, ബ്രീതിങ് കൂടും, അവരുടെ സ്കിന്നും പോസ്ചറൊക്കെ ചേഞ്ച് ചെയ്യും. പിന്നെ അതൊരു പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഡെവലപ്പ് ചെയ്യും. അത് കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ ഈ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഓർഗാസം നമ്മൾ ഗ്രാഫ് എടുക്കുമ്പോൾ ഇങ്ങനെ പോയിട്ട് വരുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ ഓർഗാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസൊല്യൂഷൻ കഴിഞ്ഞുള്ള സ്റ്റേജ് ഭയങ്കര സ്ലോ ആയിട്ട് കുറഞ്ഞു വരും. പുരുഷന്മാർക്കാണെങ്കിൽ നേരെ താഴേക്ക്, അത് കഴിഞ്ഞ് മിക്കവാറും ഇമ്മീഡിയറ്റ്ലി ഉറങ്ങിപ്പോലെ ടയർഡാവും. സ്ത്രീകൾക്ക് ഈ ഇൻട്രസ്റ്റ് കുറേ നേരം നിന്ന് സ്ലോ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മൾട്ടിപ്പിൾ ടൈംസ് കുറേ പ്രാവശ്യം ഈ ഓർഗാസം വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നേരത്തെ ചോദിച്ച സമയത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്ന ഒരു ടൈം ആവറേജ്, ഇതിപ്പോൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിലും വേരിയേഷനുണ്ട്. ഇപ്പോൾ 3 to 5 minutes അല്ലെങ്കിൽ 10 minutes പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീകൾക്ക് ഓൺ ആൻ ആവറേജ് ഹാഫ് ആൻ അവർ ടു 1 hour മിക്കവർക്കും ഉണ്ട്. 5 മിനിറ്റിലാവുന്നവരും ഉണ്ടാവാം. പക്ഷേ യൂഷ്വലി കാണുന്നൊരു പാറ്റേൺ ആയതുകൊണ്ട് അതിനകത്തൊരു ഡിസ്പാരിറ്റി ഉണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ ടൈം എടുക്കും. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം പുരുഷന്മാർക്ക് അറിഞ്ഞുകൂടാ, ലൈക്ക് അവർ തുടങ്ങി അവസാനിച്ച് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവിടെയാണ് ആ ഡിസ്പാരിറ്റി വരുന്നത്. ഇവർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പ്രോപ്പർ ലൂബ്രിക്കേഷൻ. എഞ്ചിൻ ചൂടായിട്ടില്ല, അതിനു മുമ്പ് എഞ്ചിൻ ചൂടായിട്ടില്ല, അപ്പോൾ അത് തീർന്നു. അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് സ്ത്രീ പുരുഷനും. അതായത് സ്ത്രീകൾ തുടങ്ങി അവസാനിച്ചതിന് ശേഷം പുരുഷന്മാർ തുടങ്ങുന്നതാണ് കുറച്ചും കൂടെ കറക്റ്റായിട്ട് വരിക. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വ്യത്യാസമുള്ളത്? സ്ത്രീയും പുരുഷനും തമ്മിൽ ഇത്രയും സമയത്തിന് വ്യത്യാസമുള്ളത്? അതേപോലെ ആണുങ്ങൾക്ക് ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്താൽ ഒരു രതിമൂർച്ച ഉണ്ടാകത്തുള്ളൂ. സ്ത്രീകൾക്ക് അപ്പോൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണെങ്കിലും മൾട്ടിപ്പിൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആദ്യം പറയാം. ആദ്യത്തെ പാർട്ട് എവല്യൂഷണറി ലോങ്. ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാവുന്നതിന് ബയോളജിക്കൽ കാരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗാസം ഉണ്ടാവുന്ന സമയത്ത് എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യൂട്രസ്, ഗർഭപാത്രം, ട്യൂബ്സ്, ഈ മറ്റേ വെജൈനൽ വാൾ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിൽ മസ്കുലർ ഇതുണ്ട്, ലെയേഴ്സ് ഉണ്ട്. ഇതിങ്ങനെ ഒരു റിത്മിക് കൺട്രാക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ കുടലൊക്കെ കൺട്രാക്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ അതിനകത്തൊരു നെഗറ്റീവ് പ്രഷർ ബിൽഡപ്പ് ചെയ്യും. നമ്മൾ ഈ വാക്യൂം ക്ലീനറൊക്കെ പോലെ. അപ്പം നെഗറ്റീവ് പ്രഷർ വന്നാൽ എന്തുണ്ടാവും? വജൈനയിലുള്ള സ്പേംസ് അതന്നെ ഉള്ളിലേക്ക് അത് സക്ക് ചെയ്തെടുക്കും. റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. റീപ്രൊഡക്ഷന് മാത്രമല്ല, ഈ അവർക്ക് ഫീൽ ചെയ്യുന്ന ഹയസ്റ്റ് ലെവൽ ഓഫ് പ്ലഷർ, ഒരുമാതിരി എന്താ പറയുക, യൂഫോറിയ, ഭയങ്കര ഹൈ ലെവൽ ഓഫ് പ്ലഷറാണ്. അപ്പോൾ ഈ ഹൈ ലെവൽ ഓഫ് പ്ലഷർ ഉണ്ടാക്കിയാണെന്ന് വെച്ചാൽ നല്ല ആൾക്കാരത് ചെയ്യുള്ളൂ.
എന്നാലല്ലേ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ അതൊരു എവല്യൂഷണറി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഓർഗാസം വെച്ചേക്കണേ. പക്ഷെ സ്ത്രീകൾക്ക് പലപ്പോഴും ഈ സമയം ഡിഫറൻസ് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ പണ്ട് എവല്യൂഷണറി ഇത് നമ്മൾ എടുത്തു നോക്കിയാൽ സ്റ്റോൺ ഏജിൽ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഗുഡ് പ്രഗ്നൻസി, അതായത് നല്ലൊരു ഹെൽത്തി ബേബീനെ കിട്ടണമെങ്കിൽ പലപ്പോഴും പല പുരുഷന്മാരുടെ കൂടെ ബന്ധപ്പെടുമ്പോഴാണ് ഏറ്റവും നല്ല ജീൻ കിട്ടിയിരുന്നത്. പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല. ഇപ്പോൾ ഒരാളുടെ കൂടെ മാത്രമാണ് മിക്കവരും കുടുംബജീവിതം ജീവിക്കുന്നത്. പണ്ട് എവല്യൂഷണറി ആയിട്ട് ഹെൽത്തി ജീൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും ബന്ധപ്പെടുമ്പോൾ ഓർഗാസം വരില്ലായിരുന്നു. അന്ന് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു ഭർത്താവും ഭാര്യ ഒന്നും ആയിരുന്നില്ല. ഞാൻ പറയുന്ന സ്റ്റോണേജ് നമ്മൾ എവോൾവ് ചെയ്തത് ഒരുപാട് വർഷമാണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. അന്ന് നമുക്ക് നല്ല ജീൻ കിട്ടണമെങ്കിൽ പല പുരുഷന്മാർക്കും ടെസ്റ്റോസ്റ്ററോൺ ഹൈ നല്ല സ്പേമുള്ള ആൾക്കാരുടെ ജീനാണ് അടുത്ത ജനറേഷന് നല്ലത്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു ജീൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, കൂടുതൽ ഉണ്ടാവണം. അപ്പോൾ സ്ത്രീകൾ ജനറ്റിക്കലി പ്രോണ്ടാണ് ഹെൽത്തി ആയിട്ടുള്ള മെയിലിന് കുട്ടീനെ ഉണ്ടാക്കുക. അപ്പോൾ ഹെൽത്തി മെയിൽ വേണം. അപ്പോൾ പലപ്പോഴും മൾട്ടിപ്പിൾ ആൾക്കാരുടെ കൂടെ അപ്പോൾ ഇവർക്ക് ഓർഗാസം വന്നില്ലെങ്കിൽ മിക്കവർക്കും ടൈം കൂടുതലുള്ളതുകൊണ്ട് ആവില്ലായിരുന്നല്ലോ. പണ്ടൊന്നും അവർ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, സമയം ഉണ്ടായി കാണില്ല, സ്ഥലവും ഉണ്ടായി കാണില്ല. ഇന്നത്തെ പോലെ വീടും സൗണ്ട് പ്രൂഫ് റൂം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അന്ന് വളരെ ബുഷിലായിരിക്കും വളരെ ഫാസ്റ്റായിട്ട് ആണുങ്ങളുടെ കാര്യം നടന്നവർ പോകുമ്പം ഇവർ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ദേ കീപ്പ് ഓൺ ഗോയിങ്. ഒരു എവല്യൂഷണറി റീസണാണ്. മൾട്ടിപ്പിൾ ആൾക്കാരുടെ പോവും സാറ്റിസ്ഫൈഡ്. നമ്മൾ വിശന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ഫുഡ് കഴിക്കാൻ നോക്കും. വയറ് പറഞ്ഞാൽ പിന്നെ കഴിക്കണ്ടല്ലോ. അതൊരു എവല്യൂഷണറി റീസണാണ് പെണ്ണുങ്ങൾക്ക് വൈകി വരുന്നതിന്. അപ്പോൾ മൾട്ടിപ്പിൾ ഇത് പോകാൻ പറ്റും അവർക്ക്. വേറൊരു സാധനം വെച്ചാൽ ഈ ഓർഗാസത്തിൻ്റെ സമയത്ത് ഈ സ്പേംസ് ഉള്ളിലേക്ക് സക്കിന്ത് ചെയ്യുന്ന സ്പേംസിന് മൂവ്മെന്റ് ഉണ്ട്, മോട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവരിത് സ്വിം ചെയ്ത് യൂട്രസ് വഴി ട്യൂബിലാണ് ഈ എഗ് ഇരിക്കുന്നത്. അവിടെ വരെ എത്തുമ്പോഴത്തേക്കും നമ്മൾ കണക്ക് കൂട്ടിയ നമ്മളുടെ സൈസ് വെച്ച് ഒരു 60,000 മൈൽ നടക്കണതിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഈ സ്പേംസിന് സ്വിം ചെയ്ത് അവിടെ വരെ എത്തുമ്പോഴത്തേക്കും ഈ മില്യൺസ് അവിടെ 1-2 ആവും. യൂട്രസ് എത്തുമ്പോൾ കുറച്ച് 1000 ഉള്ളൂ, ട്യൂബ് എത്തുമ്പോൾ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ ഇതൊരു റേസാണ്, നമ്മളൊരു മാരത്തോൺ പോലെ. ഏറ്റവും ആരോഗ്യമുള്ള ആളെ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഈ ബീജങ്ങളുടെ എണ്ണം ഒരു പെർട്ടിക്കുലർ ഒരു ജാക്കുലേറ്റ് സെമൻ്റ് ഇതിലെടുത്തു കഴിഞ്ഞാൽ മില്യൺസ് ഉണ്ടെങ്കിലും ഒരെണ്ണം മതി ഫെർട്ടിലൈസ് ആവാൻ. ഈ റേസ് വെച്ചേക്കണത് എന്തിനാന്ന് വെച്ചാൽ ദ ബെസ്റ്റ് സ്പേം അവിടെ എത്താനായിട്ട് പിടികിട്ടിയ. അപ്പോൾ ഈ ഓർഗാസത്തിൻ്റെ സമയത്ത് സക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും സ്പേംസിന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രഗ്നൻസി ആവാനായിട്ട് പ്രത്യേകിച്ച് വന്ധ്യതയുള്ളവർക്ക് നമ്മളിപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഓറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഓവുലേഷൻ്റെ സമയത്ത് സ്ത്രീകൾക്ക് ഓർഗാസം വരണമെങ്കിൽ പ്രഗ്നൻസിയുടെ ചാൻസ് കൂടും. അപ്പോൾ അതിനു വേണ്ടി ആ സമയത്ത് ട്രൈ ചെയ്യണത് വേർത്തിയാണ്. അപ്പോൾ അത് പിന്നെ എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ ഓർഗാസം ഈ മൾട്ടിപ്പിൾ ഇത് പറഞ്ഞല്ലോ, ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റഡീസ് നടത്തിയാൽ ചില സ്ത്രീകൾക്ക്, അത് വേൾഡിൽ കുറച്ച് സ്ത്രീകൾക്ക് എന്നാ പറയുന്നത്, ഒരു എക്സ്റ്റെൻഡഡ് ഓർഗാസം എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നുണ്ട്. അപ്പോൾ അത് ഫ്യൂ സെക്കൻഡ്സ് അല്ലെ ഫ്യൂ സെക്കൻഡ്സ് നിൽക്കുള്ളൂ ഓർഗാസം. ചിലവർക്ക് മിനിറ്റുകൾ നിൽക്കുന്നു, ചിലവർക്ക് കുറേ മണിക്കൂർ നിൽക്കുന്ന ഒരു ഫിനോമിനൻ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ത്രീകളുടെ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ആ സ്ത്രീകൾക്ക് ഇത് കൂടുതലേറെ നിൽക്കും. പക്ഷേ ഈ ഓർഗാസത്തിന് മൾട്ടിപ്പിൾ ഇതുണ്ട് എന്ന് വെച്ചാൽ ലെവലുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൺ എ സ്കെയിൽ 1 to 10 അല്ലെങ്കിൽ 1 to 100 പറഞ്ഞാൽ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. അപ്പോൾ ചില പ്രാവശ്യം ഭയങ്കര ഇൻറ്റൻസീവ്, ചിലപ്പോൾ ഒന്നുമില്ല. ചില പ്രാവശ്യം 10, ചില പ്രാവശ്യം 6, ചില പ്രാവശ്യം 5, 4. എന്താ കാരണം? എന്തായിരിക്കും കാരണം? പല ലെവൽസ് ഓഫ് എക്സൈറ്റ്മെന്റ്. അതിനെന്തായിരിക്കും കാരണം? പാർട്ട്ണർ അല്ലെങ്കിൽ ആ ഇൻറ്റിമസി അല്ലെങ്കിൽ സെൽഫ് ആവാലോ. നേരത്തെ പറഞ്ഞ പോലെ അതെ, സെൽഫ് ആവാം. മാസ്റ്റുർബേഷനിലെ ഓർഗാസം ആക്ച്വലി ഇൻഫാക്ട് സ്ട്രോങ്ങർ ആണെന്നാണ് മിക്ക സ്ത്രീകളും പറയണത്, പാർട്ട്ണറിൻ്റെ കൂടെ ഉള്ളതിനേക്കാളും. പിന്നെ അതിലും തമാശ, പാർട്ട്നേഴ്സ് ഇപ്പം മെയിലിൻ്റെ കൂടെയും ഫീമെയിലിൻ്റെ കൂടെ ചെയ്യുന്നവരുണ്ട്, ബൈസെക്ഷൽ സ്ത്രീകൾ. അവർക്ക് പുരുഷന്മാരുടെ കൂടെ ഉള്ള കിട്ടുന്ന ഓർഗാസത്തിനേക്കാളും സ്ട്രോങ്ങർ ആണ് അവർ സ്ത്രീകളുടെ കൂടെ ചെയ്യുമെന്നാണ് പറയണേ. കാരണം എത്രേ ഉള്ളൂ, സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ശരീരം അറിയാം. ആ എന്ത് സെൻസേഷനാണ് അവർക്ക് വേണ്ടത്, എന്ത് ചെയ്താലാണ് അവർക്ക് സുഖം കിട്ടണമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് മാസ്റ്റുർബേഷനിലും കൂടണത്.
അപ്പോൾ ഇതിപ്പോൾ സ്ത്രീകളുടെ അടുത്ത് തന്നെ പഠിക്കണമല്ലോ ഇപ്പോൾ. സ്ത്രീകളോട് സംസാരിച്ചാൽ മതി. ഓക്കെ. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ, സെക്സിൽ ലൈംഗികതയിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കുറവാണ്. ആരും ഇതിനെക്കുറിച്ച് തുറന്ന് പറയില്ല. പക്ഷെ ഇത് വേണം, തുറന്ന് പറഞ്ഞൂടെ? സത്യം. അപ്പോൾ ഈ കപ്പിൾസ് ആരായാലും, ആണായാലും പെണ്ണായാലും വേറെ ഏത് വിഭാഗമായാലും, നമ്മളിത് തുറന്ന് സംസാരിച്ചാൽ ഇതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ നല്ല സ്കോപ്പ് ഉണ്ട്. അതെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 1 to 10 ഒരു കാര്യം, ഈ ഇവരെത്ര ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സമയത്തും സ്ത്രീയുടെ മൈൻഡ് പല അവസ്ഥയിലായിരിക്കും. ഇതിനകത്ത് ഇമോഷണൽ, റിലേഷണൽ, മെഡിക്കൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. തല്ല് പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ഇൻറ്റൻസിറ്റി കൂടും. പക്ഷേ ജനറലി ഇഷ്ടമില്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, സ്ഥിരം പ്രോബ്ലം ഉള്ള റിലേഷൻ ആണെങ്കിൽ, ആ ലേഡിക്ക് ചിലപ്പോൾ ഓർഗാസം വരില്ല, വന്നാൽ ചിലപ്പം പ്രോപ്പർലി വരില്ല. വേറെ മെഡിക്കൽ പ്രോബ്ലംസ്, അസുഖമുള്ള സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പനി അല്ലെങ്കിൽ പീരിയഡ്സ്, അങ്ങനെ അസുഖമുള്ള സമയത്ത് ബോഡി എനർജി പ്രിസർവ് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ ബോഡിയുടെ ഒരു മെക്കാനിസമാണ് ഓർഗാസം വരത്തില്ല, കട്ട് ഓഫ് ചെയ്ത് വെക്കാം, കട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ മെഡിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഇമോഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്ത്രീ ഇപ്പോൾ ഹാപ്പി ആണെങ്കിൽ, വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ടൈമിംഗ് ആണ്. ഫോർ പ്ലേ, ടൈമിങ്, എവിടെ, എങ്ങനെ, ക്രിയേറ്റീവ്. അതായത് ഇപ്പോൾ കുറേ ടൈം എടുക്കുവാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ഒരു ടെക്നീക്കാണ്. അതന്നെ. അപ്പോൾ അതിനകത്തൊരു ടെക്നിക്ക്, ഇൻറ്റൻസിറ്റി കൂട്ടാനുള്ളത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ടെക്നിക്ക് ഉണ്ട്. അതായത് അറൗസിൽ വന്ന് നല്ല ഇതിലേക്ക് പോകുമ്പോൾ അതിനെ നമുക്ക് തണുപ്പിക്കാം. അതായത് കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കാം, വർത്തമാനം പറയാം, വേറെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് നമുക്ക് ചെയ്താൽ ഒരു 5-6 മണിക്കൂറോ എത്ര മണിക്കൂർ വേണമെങ്കിലും പറ്റും. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഉണ്ടാകുന്ന ഓർഗാസം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതൊരു ടെക്നിക്കാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ പോയി ബേസ് ലൈനിലേക്ക് വരില്ല. ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഹൈ ആവും. അതൊരെണ്ണം. വേറെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോപ്ലേ. പല കപ്പിളിനും അറിയാൻ പാടില്ലാത്തതോ അറിഞ്ഞിട്ട് സമയമില്ലാത്തതോ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫോപ്ലേ. അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ പുരുഷന്മാർക്ക് അത്യാവശ്യമായിട്ട് വേണം. ഫോർപ്ലേ സ്ത്രീകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റൊമാൻറ്റിക് ഇതൊക്കെ സ്ത്രീകൾക്ക് പൊതുവേ ഇഷ്ടമാണ്. അതായത് ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണെങ്കിലും മെജോറിറ്റി സ്ത്രീകൾ ടച്ച് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. പക്ഷേ അന്ന് ജെനിറ്റൽസ് അല്ല, പ്രൈവറ്റ് പാർട്സിൽ ടച്ച് ചെയ്യുന്ന മിക്ക സ്ത്രീകൾക്കും പെയിൻഫുള്ളാണ്. അത് അനാറ്റമി പറയുമ്പോൾ ഞാൻ പറയും. പക്ഷേ ബാക്കിയുള്ളത്, അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ എല്ലാ ഭാഗവും സെൻസിറ്റീവാണ്. കൈ, കാല്, കഴുത്ത്, തല, എവിടെ എടുത്താലും സെൻസിറ്റീവാണ്. പിന്നെ നേരെ ജെനിറ്റലിലേക്ക് പെനിട്രേഷൻ പോകേണ്ട ആവശ്യമില്ല. ഇൻഫാക്ട് ഡയറക്റ്റ്ലി പെനിട്രേഷൻ പോയാൽ പെയിൻഫുള്ളാണ്. അപ്പോൾ മറ്റുള്ള ടൈപ്പ് ഓഫ് ഏരിയാസിൽ പിന്നെ എന്ത് ടൈപ്പ് ടച്ച്. ഇപ്പം നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നല്ല തമാശ, ഞാനെല്ലാം ചെയ്യണ്ടല്ലോ എന്ന് അയാൾ ചോദിക്കും, എത്ര സമയം എടുക്കണേ? അപ്പം ലേഡി നമ്മൾ പതുക്കെ എടുത്ത് പറയും, തൊടുമ്പോൾ വേദന എടുക്കുന്നുണ്ട്. അതായത് ഭയങ്കര ജെൻറ്റിലായിട്ട് വേണം ടച്ച്. എന്നാൽ അതിനാണ് കൂടുതൽ സെൻസേഷൻ, ആ ഒരു നോളജ്. അപ്പോൾ നമ്മളിവിടെ സാധാരണ ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് സെക്ഷൽ എഡ്യൂക്കേഷനാണ്. ഒരു 1.5 മണിക്കൂർ ഹസ്ബൻഡിനും, ഒരു 1.5 മണിക്കൂർ വൈഫിനും, പിന്നെ ഒരു 1.5 മണിക്കൂർ രണ്ടാൾക്കൊക്കെ ക്ലാസ് പല പ്രാവശ്യം എടുത്തു കഴിയുമ്പോഴാണ് ഇവരുടെ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ടൈം എത്ര എടുക്കുന്നു, ഫോർപ്ലേ എത്രയുണ്ട്, ഏത് അവയവങ്ങൾ എങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെയാണ് ഈ കാമസൂത്രയിലുള്ളത്. ഞാനൊരു എപ്പിസോഡ് കാമസൂത്രയിൽ മാത്രം ചെയ്യാം, കാരണം അതിൽ അത്ര അധികം ഉണ്ട്. പിന്നെ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം കാര്യം ഇപ്പോൾ പലരും സമ്മതിച്ച് തരില്ലെങ്കിലും ഈ ഫെമിനിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ വന്ന് മെയിലും ഫീമെയിലും വലിയ വ്യത്യാസം ഇല്ലാണ്ടായി, നമ്മളുടെ ഡ്രസ്സിങ്ങും പെരുമാറ്റവും ഒക്കെ. ഞാൻ അതിനെതിരല്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സെക്സ്, ഒരു ഫെമിനൈൻ ഫീലിംഗ് വരുന്നത് ഫെമിനൈൻ ഡ്രസ്സിങ്, ഫെമിനൈൻ ആറ്റിറ്റ്യൂഡ്, ഫെമിനൈനായിട്ടുള്ള സംസാരം, ഈവൻ ഫെമിനൈനായിട്ടുള്ള ഓർണമെൻറ്റ്സ്, എന്താ പറയുക, കുറച്ച് കിലുക്കങ്ങൾ, കാരണം സൗണ്ടിനുണ്ട്, ഓർഗാസത്തിന് എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ സ്ത്രീ പാദസരമിട്ട് കിളിങ്ങണ പാദസരമാണെങ്കിൽ ആ സൗണ്ട് കേൾക്കുന്നത് അവർക്ക് തന്നെ ഇതുണ്ടാക്കും, ഉത്തേജനം ഉണ്ടാക്കും. അപ്പോൾ പണ്ടത്തെ ആ ഇതുകളൊക്കെ ഇല്ലേ, ഈ എന്താ പറയുക, ഒരു രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദേവദാസികളുടെയൊക്കെ ഇത് പിന്നെ ഡാൻസ്, ഈ നൃത്തം, ഇതിനകത്ത് മൂവ്മെൻറ്റ്സ്, പ്രത്യേകിച്ചും ഹിപ്പ് മൂവ്മെൻറ്റ്സ്. അപ്പം ഇതൊരു
വാസ്റ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും ഞാനടക്കം പാൻറ് ഷർട്ട് ഇട്ട് എടുക്കുന്നു, മുടി എൻ്റെ തല നേരത്തെ മുട്ടയായിരുന്നു, ഒട്ടും മുടി ഉണ്ടായില്ല, ഓർണമെൻറ്റ്സ് ഇടില്ലായിരുന്നു, എല്ലാം അങ്ങനെ. പക്ഷേ ഇറ്റ് മേക്സ് എ ഡിഫറൻസ് if you are feminine because you feel beautiful. ഇതെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് വരണം, ദ ഫീലിംഗ് ഓഫ് ബ്യൂട്ടി ഉള്ളിൽ നിന്ന് വരണം. പിന്നെ പാർട്ട്ണറിൻ്റെ റോള്, പാർട്ട്ണറിന് ജെനുവിനായിട്ട് ഇഷ്ടമുണ്ടെന്ന് തോന്നണം, പാർട്ട്ണർ ജെനുവിനായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നണം. ഇത് പറഞ്ഞുണ്ടാക്കുന്ന ഒരു സാധനമല്ല, ഇത് ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. അങ്ങനെ ഒരു സിങ്ക് വരുമ്പോഴാണ് അവരുടെ ആ സെക്ഷുവാലിറ്റി പെർഫെക്റ്റ് ആവുന്നത്. കുറേ ഫാക്ടേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് വന്നാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ഒരുമാതിരി നമുക്ക് ഏച്ചു കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ സാധനം അല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഓർണമെന്റ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, നീളമുള്ള കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുക. ആക്ച്വലി ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ സെൻസിറ്റീവാണ്. അപ്പം നമുക്ക് കമ്മലിട്ട് രാവിലെ ഫുൾ ഡേ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബേസിക്കലി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പാദസരത്തിൻ്റെ ഈ ഫുഡ് റിഫ്ലെക്സോളജിയിൽ നമ്മൾ പാദസരം ഇടുന്ന ആ ലൈനാണ് മറ്റേ ട്യൂബ്സിൻ്റെ ഫെലോപ്പിയൻ ട്യൂബ്സിൻ്റെ ഇതായിട്ട് പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ആംഗിളിൻ്റെ ആ സൈഡിൽ യൂട്രസ്, വെജന ഏരിയ, അവിടെ നമ്മൾ ഓരോ സ്ഥലത്ത് ഈവൻ റിങ് ഇടുന്നത്, നമ്മളിങ്ങനെ ഫിംഗറിൽ റിങ് ആയിട്ട്, ഇതിനെല്ലാം സയൻസ് ഉണ്ട്. ഏത് മെറ്റൽ ഉപയോഗിക്കുന്നു. നമുക്കിപ്പോൾ ഇതെല്ലാം ഇഗ്നോർ ചെയ്യാം, ഇതെല്ലാം കാഷ് പുഷ് വേണ്ടാന്ന് വയ്ക്കാം. പക്ഷേ സയൻസ് ഉണ്ട് ഇതിനകത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു സാധനം എനർജി ലെവൽസാണ്. നമുക്ക് ഒരു ദിവസം എനർജി ഫിക്സഡ് ആയിരിക്കും എല്ലാ മനുഷ്യർക്കും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും തന്നെ ഡിസിഷൻ മേക്കിങ്ങിന്, നമ്മുടെ ജോബിന്, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതിന്, ട്രാവലിങ്ങിന്, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കാര്യം അന്വേഷിക്കുന്നതിന്, ന്യൂസ്, ഇതിനെല്ലാം നമ്മുടെ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ന് ഫോണ്, സോഷ്യൽ മീഡിയ, ടി വി, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക്. അപ്പോൾ എനർജി തീർന്നു, അപ്പോൾ ഓർഗാസാവിൽ. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി നമ്മൾ ആവശ്യത്തിന് മാത്രം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ ഫുൾ ടൈം വർക്കും കുട്ടികളും ഫാമിലിയും വീട്ടിലെ വർക്കും എല്ലാം ഉണ്ടെങ്കിൽ സെക്സും ഉണ്ടാവില്ല, ഓർഗാസം ഉണ്ടാവില്ല, ഒരു മണ്ണാങ്കട്ട ഉണ്ടാവില്ല. ഇറ്റ്സ് വെരി ഹാർഡ്. അതിൽ നല്ലത് എല്ലാത്തിനും ടൈം കൊടുക്കുക. ഗിവ് ടൈം ഫോർ ദംസെൽസ്. പ്രത്യേകിച്ച് സ്ത്രീകൾ സെൽഫ് കെയറിന്, സെൽഫ് ഗ്രൂമിന്, സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനം തന്നെയുണ്ട്. ആൻഡ് ടു ബി മൈൻഡ്ഫുൾ. ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ എൻജോയ് ചെയ്ത് ചെയ്യുക. രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഒരു പൂവ് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. ആ പൂവിൻ്റെ ഭംഗിയും അതിനകത്തൊരു ചെറിയ ഇങ്ങനെ തേനീച്ച വന്നിരിക്കണതും അതിൻ്റെ കളറും അതിൻ്റെ ഷേപ്പും, അല്ലെങ്കിൽ മഴ വരുമ്പോൾ എന്താ പറയുക ക്ലൗഡ്സിൻ്റെ ഭംഗിയും, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല ആക്ച്വലി കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണേ. when you are mindful, when you are looking into small things, അപ്പോൾ നമ്മളുടെ ബോഡിയും മൈൻഡും എല്ലാം ഒരു ഇക്വിലിബ്രിയം, പാരാസിമ്പത്തറ്റിക് സിമ്പത്തറ്റിക് ഒക്കെ കൂടെ ഒരു ബാലൻസ് വരും. അത് ഞാൻ പിന്നീട് പറയാം. പക്ഷെ നമ്മുടെ സ്ട്രെസ് വരുന്നത് സിമ്പത്തറ്റിക് അഡ്രിനാലിൻ, റിലാക്സ് ആവുന്നത് പാരാസിമ്പത്തറ്റിക് വേഗൽ. കാരണം നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റമാണ് സെക്സിനെ ഗൈഡ് ചെയ്യണത്, ഓർഗാസം ഉണ്ടാക്കണത്. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് പാരാസിമ്പത്തറ്റിക് കൊണ്ടാണ് ഉണ്ടാവണത് ഇജാക്കുലേഷൻ. അപ്പോൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഉറങ്ങുമ്പോൾ പാരസിമ്പത്തറ്റിക് അല്ല, പാരസിമ്പത്തറ്റിക്. അതുകൊണ്ടാണ് ആണുങ്ങൾ എണീക്കുമ്പോൾ ഈ ഇത് വരുന്നത്, ഈ ഏർലി മോർണിംഗ് ഇറക്ഷൻ. ഉറങ്ങി എണീക്കുമ്പോൾ വരും മോർണിംഗ് വിട്ട്. പലർക്കും എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് മോർണിംഗ് ഉണ്ടാവും. അതിൻ്റെ റീസൺ പാരാസിമ്പത്തറ്റിക് റിലാക്സേഷൻ. അപ്പം നമ്മൾ ലൈഫ് എന്തിനാണെന്നറിയാതെ റേസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത സാധനം ലൈഫിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ടൈം കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പാർട്ട്നേഴ്സ് തമ്മിൽ കൊടുത്തു കഴിഞ്ഞാൽ, മെയിൽ ഫീമെയിൽ ആണെന്നല്ല എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, സമയം കൊടുത്താൽ ഈ ക്വാളിറ്റി ഓഫ് സെക്ഷുവാലിറ്റി, ഇത് ഓർഗാസം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാസം മിക്ക സ്ത്രീകൾക്ക് അറിയില്ല. 10% സ്ത്രീകൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ഇന്ത്യയിലെ ഏകദേശം കണക്ക് 60% ഓഫ് സ്ത്രീകൾക്കും ഓർഗാസം മിക്കവാറും പ്രാവശ്യമില്ല, ഇടയ്ക്കേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല, ഒട്ടുമില്ല. 60%. അപ്പോൾ 60% സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ 60% കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവും. ഉണ്ടാവും, കറക്റ്റാണ്. വിശന്നിരിക്കുന്ന ഒരാളുടെ പോലെയല്ലേ പ്രശ്നം ഉണ്ടാവും. അപ്പം എന്ത് പറ്റും? കണക്ഷൻ വിട്ടുപോകും. അപ്പം എന്ത് പറ്റും? നമ്മൾ വിശന്നിരുന്നാൽ വേറെ സ്ഥലത്ത് ഭക്ഷണം നോക്കും.
അപ്പോൾ വേറെ എവിടെന്നെങ്കിലും വരുമ്പോൾ എക്സ്ട്രാ മറാറ്റിൽ ഇൻഫെർട്ടിലിറ്റി അത് അൾട്ടിമേറ്റ്ലി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് പേര് റിലിജൻ്റെ മേലെ പോയി വീണ് ഹൈലി റിലീജിയസ് ആവും. കാരണം എനർജി ഇവിടുന്ന് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സെക്ഷുവൽ എനർജി ആക്ച്വലി നമുക്ക് കൺട്രോൾ ചെയ്ത് വേറെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇല്ലയെന്ന് പറ്റുന്നില്ല സെലിബസി. പക്ഷേ എത്ര പേര് അതിന് ട്രൈ ചെയ്യും? എത്ര പേർക്ക് അതിന് കേപ്പബിലിറ്റി ഉണ്ട്? എല്ലാവരും ഇൻ്റലക്ച്വൽസ് അല്ലല്ലോ. ഒരു വലിയ ശതമാനം അൾട്ടിമേറ്റ്ലി ദേ വിൽ ഗെറ്റ് ഇൻ ടു അതർ റിലേഷൻഷിപ്പ്. അപ്പോൾ മറ്റുള്ള ഇതിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി നല്ലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കുടുംബങ്ങൾ നന്നായിട്ട് പോവില്ലേ? അതെ, വഴക്കുകൾ കുറയും, ഹാപ്പിനെസ് ഉണ്ടാവും. പിന്നെ ഈ ഓർഗാസം വരുന്ന സമയത്ത് സ്ത്രീയുടെ ബ്രെയിനിൽ 40 കെമിക്കൽസാണ് റിലീസ് ആവണേ. ഈ യൂഫോറിയ വരുന്നത് വെറുതെ അല്ല. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് ഒരു ഓർഗാസത്തിന് ശേഷം? ഓർഗാസത്തിൻ്റെ സമയത്ത് അല്ലാത്ത ടൈം തന്നെ കുറച്ച് ഒച്ചപ്പാടും അനക്കവും ബഹളമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ബോഡി മൊത്തം റിജിഡായിട്ട് ലൂസാവും, ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ റിതമിക് കൺട്രാക്ഷൻ യൂട്രസിൽ വെജൈനയിൽ മാത്രമല്ല ബോഡി മൊത്തം ഉണ്ടാവും. മസിൽസ് ടൈറ്റ് ആകുമ്പോൾ ബോഡിയിലുണ്ടാവും. പിന്നെ അവർ ഉണ്ടാക്കുന്ന ഒച്ച കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ കരച്ചിലോ ചിരിയോ എങ്ങനെ വേണമെങ്കിലും അത്യാവശ്യം സിനിമയിലൊക്കെ കാണുന്ന പോലെ സൗണ്ട് എഫക്ട്സ് ഉണ്ടാവും. യൂഷ്വലി കഴുത്ത് മുകളിൽ പോസ്ചർ, ടിപ്പിക്കൽ പോസ്ചറുണ്ട്. ഇത് മനസ്സിലാക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതുവരെ ഉണ്ടാവാത്തവർക്ക് ഇത് അറിയില്ല. അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ പലരും നമ്മളിപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ ഓഗാസൊക്കെ ഉണ്ടെന്ന് ടിക്ക് ചെയ്യും. നമുക്കൊരു ക്വസ്റ്റനെയർ ഉണ്ട്, അതിനകത്ത് ടിക്ക് ചെയ്യും. അപ്പോൾ അത് ടിക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഡീറ്റെയിൽ വയ്ക്കുമ്പോൾ അയ്യോ ഇതെനിക്കറിയില്ല എന്ന്. ഇതുവരെ ഉണ്ടാവാത്തവർ അവരുടെ വിചാരം എന്തൊക്കെയോ കുറച്ച് സംഭവിക്കുമ്പോൾ അതാണ് ഓർഗാസം എന്ന് തെറ്റി വിചാരിക്കും. പലപ്പോഴും അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മാസ്റ്റുർബേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിൻ്റെ കൂടെയോ മാത്രമല്ല ഓർഗാസം ഉണ്ടാവുന്നത്. ഓർഗാസം അതല്ലാതെ ഉണ്ടാവാം. നമുക്ക് ഈ കോർ ഓർഗാസം എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമുക്ക് കോർ മസിൽസ് എക്സസൈസ് കുറേ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാസത്തിന് സിമിലർ ഇത് ഉണ്ടാവാം. അല്ലെങ്കിൽ മ്യൂസിക്, ചിലതരം മ്യൂസിക് കുറേ നേരം കേട്ടാലുണ്ടാവാം. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഓർഗാസം. പിന്നെ സ്ത്രീകൾക്ക് ഈ അനാറ്റമിക്കലി നോക്കിയാൽ എന്ത് ചെയ്താലാണ് ഓർഗാസം വരുന്നത്, അതൊരു പ്രധാന സാധനമാണ്. അത് ഡോക്ടർ അത് ചോദിക്കാൻ ഇഷ്ടമായിരുന്നു. അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓർഗാസം ലേഡീസിന് ഉണ്ട്. കാരണം പുരുഷന്മാരുടെ ഒരു തെറ്റിദ്ധാരണ, പലരുടെയും വിചാരം പെനിട്രേഷൻ ചെയ്യുമ്പോൾ, അതായത് വെജൈനയുടെ അകത്ത് പെനിസും അപ്പോഴാണ് അവർക്ക് സുഖം കിട്ടണം. അവരുടെ വിചാരം സ്ത്രീക്ക് എപ്പോഴാണെന്നാണ്. സ്ത്രീക്ക് കൂടുതലും ഓർഗാസം ഉണ്ടാവുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ. ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഓർഗൻ ഒരു ബട്ടൺ ലൈക്ക് സ്ട്രക്ചർ ഇത് പുറത്താണ്, വജൈനയുടെ പുറത്താണ്. അകത്ത് എൻട്രിയേ വേണ്ട, യൂറിത്രയുടെ തൊട്ട് മുകളിൽ. അപ്പോൾ ഈ വൾവയുടെ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് അത് രണ്ടും ജോയിൻ ചെയ്യുന്നതിന് അവിടെ ബട്ടൺ ലൈക്ക് സ്ട്രക്ചർ, അവിടെയാണ് ഏറ്റവും സെൻസിറ്റീവ്. അപ്പോൾ 90% സ്ത്രീകൾക്ക് ഹാൻഡ് വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവയം വെച്ചിട്ടോ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഓർഗാസം വരുന്നത്. പെനിട്രേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്നത് വളരെ 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 റെയറാണ്. നോളേജ് ഉണ്ടോ ജനറലി? ഇല്ല, അതല്ലേ പ്രശ്നം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും സെപ്പറേഷനും ഡിവോഴ്സും പ്രശ്നങ്ങളും വഴക്കും ഇൻഫെർട്ടിലിറ്റി ഒക്കെ കാണേ. കുറച്ച് അനാട്ടമി പഠിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ പലയിടത്തും ഉള്ളൂ അല്ലേ? ഉള്ളൂ. പക്ഷെ ഇത് എവിടെയും പഠിപ്പിക്കുന്നില്ലല്ലോ. സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, കോളേജിലും പഠിപ്പിക്കുന്നില്ല, മെഡിക്കൽ കോളേജിലും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ടോക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം തന്നെ വന്നത്. ബിക്കോസ് എവ്രിബഡി നീഡ്സ് ടു നോ ദാറ്റ് ഓർഗാസം സ്ത്രീകൾക്ക് ആവശ്യമാണ്. എന്ത് ചെയ്താൽ വരും? ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ ചെയ്താലേ വരുന്നത്. പിന്നെ ഇവർക്ക് ഇത്ര ടൈം എടുക്കുമല്ലോ. അപ്പോൾ അവരുടെ ഓർഗാസം കഴിഞ്ഞിട്ട് പിന്നെ മെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈവൻ പെനിട്രേഷൻ ഉണ്ടെങ്കിലും അവർക്കും സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് വരാൻ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അവർക്ക് ചെയ്യാം. പിന്നെ ജി സ്പോട്ട് എന്ന് പറയുന്ന സ്പോട്ടുണ്ട്, എ സ്പോട്ട്, ഒ സ്പോട്ട്. വജൈനയുടെ അകത്ത് തന്നെ കുറേ സ്പോട്ടുകളുണ്ട്. പക്ഷേ മെജോറിറ്റി സ്ത്രീകൾക്ക് ഇത് വരുന്നതുകൊണ്ട് ഞാൻ ജനറൽ ഇതിന് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഡീറ്റെയിൽ അനാട്ടമി പറയുമ്പോൾ ഞാൻ ജി സ്പോട്ടോ സ്പോട്ടോ ഒക്കെ പറയും. അത് കവർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാവുന്നത് ഏതാണ്? ബേസിക്സ് 90% ഇതാണ് ഓർഗാസം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ട്രൈ ഫോർ ദാറ്റ്. പിന്നെ പുരുഷന്മാർക്ക് വരുന്ന പോലെ പ്രിമച്വർ ഓർഗാസം വളരെ അപൂർവം സ്ത്രീകൾ പറഞ്ഞേക്കാറുണ്ട്.
ഐ മീൻ അങ്ങനെ ഒരു ഇതുണ്ട്. അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ ഡോക്ടറെ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്രയും ടൈം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. ചില സ്ത്രീകൾക്ക് കൈവച്ച തന്നെ അപ്പം തന്നെ ആയി പോവും എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന സ്ത്രീകളുണ്ട്, അധികം ടൈം കിട്ടുന്നില്ല എന്ന്. അത് പ്രത്യേകിച്ചും ഈ PCOS എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ, അങ്ങനെയല്ല ഒരു ചെറിയ വിഭാഗം പറയുന്നുണ്ട്. അതിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത് ഓർഗാസമാണെന്ന്. പലപ്പോഴും അത് ഓർഗാസമല്ല, എന്തൊക്കെയോ സെൻസേഷൻ കിട്ടുമ്പോൾ അത് തീർന്നു പോയെന്ന് അവർ വിചാരിക്കുന്ന ഒരു ഫിനോമിനൻ കൂടെയുണ്ട്. വേറൊരു കാര്യം കൂടെ ഓർഗാസത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ന്യൂറോളജിക്കൽ റെസ്പോൺസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ ന്യൂറോളജിക്കൽ സ്റ്റിമുലസ്, അതായത് ബോഡിയുടെ പല പാർട്ട് സൈമൾട്ടേനിയസ്ലി സ്റ്റിമുലേറ്റ് ചെയ്താൽ ഓർഗാസത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ നെർവ് എൻഡിങ്സ് ഉള്ളത് ക്ലിറ്റോറിസ് കഴിഞ്ഞാൽ പിന്നെ നിപ്പിൾസ് ആണ്, പിന്നെ ലിപ്സ് ആണ്. അങ്ങനെ മൾട്ടിപ്പിൾ ബോഡി പാർട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാസത്തിൻ്റെ സ്ട്രെങ്ത് കൂടും. ഡോക്ടറെ, അപ്പോൾ നമ്മുടെ ഏജ് വെച്ചിട്ട് ഈ ഓർഗാസത്തിൻ്റെ ഇൻറ്റൻസിറ്റിക്കോ അതിൻ്റെ നേച്ചറിനോ വ്യത്യാസം വരുമോ സ്ത്രീകളിൽ? അത് നല്ല ക്വസ്റ്റ്യൻ ആക്ച്വലി വരും. പലപ്പോഴും യങ് സ്ത്രീകളിൽ പണ്ടത്തെ ഇതിലൊന്നും ഓർഗാസം ഉണ്ടായിരുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അവർ അറിയണം തന്നെ, കാരണം ഇതൊക്കെ പഠിച്ചു വന്നപ്പോൾ കുറേ സമയം. പക്ഷെ ഇപ്പം ഇത്തിരി വ്യത്യാസമുണ്ട്. പിന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെനോപോസ് കഴിയുമ്പോൾ ഹോർമോണൊക്കെ കുറയുന്നതുകൊണ്ട് ചിലവർക്ക് ഓർഗാസം വരില്ല, ചിലവർക്ക് ഇൻറ്റൻസിറ്റി കുറയും, ചിലവർക്ക് കുറേ സമയമെടുക്കും, ഡ്രൈനെസ് ഉണ്ടാവും, ലൈക്ക് ലൂബ്രിക്കേഷൻ കുറയുന്നതുകൊണ്ടുള്ള പെയിൻ ഉണ്ടാവാം. അപ്പം പെയിൻ വന്ന ഓർഗാസം വരാൻ ഡിഫിക്കൽട്ടാണ്, പുട്ട് ഓഫാണ്. വെജാനിസ്മസ് എന്ന് പറയുന്ന കണ്ടീഷൻ പെയിൻഫുൾ ഇൻ്റർകോഴ്സിൻ്റെ ഇതിൽ ഓർഗാസം വരാൻ ഡിഫിക്കൽട്ടാണ്, കാരണം പെയിൻ വന്നാൽ പിന്നെ ബ്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതോടെ കഴിഞ്ഞു അതിൻ്റെ. ഓരോന്നിൻ്റെ ഇൻഡെപ്തിലേക്കും ഈ സെക്ഷുവാലിറ്റിയിലേക്കും നമുക്ക് കൂടുതൽ പോവാം, വരുന്ന എപ്പിസോഡുകളിലൊക്കെ പോവാം.